ഗായ്സ്, നമ്മളുടെ മിസോറാം യാത്രയിലാണ്. ഇന്ന് രാവിലെ ആസാമിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഞാൻ ഇപ്പോൾ ഉള്ളത് ബദർപൂർ എന്നുള്ള സ്റ്റേഷനിലാണ്. ബദർപൂർ എന്നുള്ള സ്റ്റേഷനിൽ നിന്നും സൈറാങ് എന്ന സ്റ്റേഷനിലേക്കാണ് ഞാനിപ്പോൾ യാത്ര ചെയ്യാൻ പോകുന്നത്. സൈറാങ് എന്നുള്ള സ്റ്റേഷനിൽ നിന്നാണ് നമ്മളുടെ മിസോറാം യാത്ര യഥാർത്ഥത്തിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ബദർപൂരിൽ നിന്നും വെറും ലോക്കൽ ടിക്കറ്റ് 35 രൂപ മാത്രമാണ് സൈറാങ് സ്റ്റേഷനിലേക്ക് വരുന്നത്. അപ്പം സൈറാങ്ങിലേക്ക് പോവാം. ഞാനപ്പം ബദർപൂരിൽ നിന്നും സൈറാങ്ങിൽ എത്തിയിരിക്കുകയാണ്. സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ഫോർ ഇഷ്യൂ ഓഫ് ടെമ്പററി ഇന്നർ ലൈൻ പാസ്. ഈ പാസ് നമുക്ക് എടുക്കേണ്ടതായിട്ടുണ്ട്. എക്സിറ്റ് ആയിട്ട് വരുന്ന ഏരിയ തന്നെ കാണാം ഒരു ഇന്നർ പാസ് എടുക്കുന്ന പോലീസ് സ്റ്റേഷൻ കൗണ്ടർ. അവിടെ നിന്നാണ് നമ്മൾ ഈ പാസ് എടുക്കുന്നത്. ഈ ഫോം നമ്മൾ ഫില്ല് ചെയ്ത് നമ്മൾ കൊടുക്കണം. 350 റുപ്പീസാണ് ഇതിന് ചാർജായിട്ട് വേണ്ടത്. എത്ര ദിവസത്തേക്കാണ് നമ്മളിവിടെ കറങ്ങുന്നത്, നമ്മൾ പേഴ്സണൽ ഡീറ്റെയിൽസൊക്കെയാണ് ഈ ഫോമിൻ്റെ അകത്ത് നമുക്ക് ഫില്ലപ്പ് ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സൈറാങ്ങിൽ നിന്നുള്ള യാത്ര തുടങ്ങാൻ പോവുകയാണ്. ഇന്നലെ ഞാനിവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. സൈറാങ്ങിൽ നിന്നും ഐസോളിലേക്കാണ് യാത്ര ചെയ്യാൻ പോകുന്നത്. മഞ്ഞിൽ പുതഞ്ഞ് കിടക്കുന്ന സൈറാങ് സ്റ്റേഷൻ. ഗായ്സ്, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് നോർത്ത് ഈസ്റ്റ് സൈഡിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് എനിക്ക് ഇഡ്ഡലി അതേപോലെ തന്നെ വടയൊക്കെ ലഭിക്കുന്നത്. പക്ഷേ ഒരു ഇഡ്ഡലി ഒരു വടയ്ക്കും 50 രൂപയാണ് ഇവിടുത്തെ ചാർജ്. അപ്പോൾ ഫുഡിന് കുറച്ച് ചാർജ് ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ഉള്ള ചെറിയ കടകളുണ്ട്. കടകളൊക്കെ ആയി വരുന്നേ ഉള്ളൂ. കാരണം റെയിൽവേ സ്റ്റേഷൻ വന്നിട്ട് 2 മാസമായിട്ടേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് പുതിയ കടകളൊക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. എന്നിരുന്നാലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി വട. ഇവിടുന്ന് ഐസോളിലേക്ക് പോകാൻ 2-3 രീതിയിൽ നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. ഒന്ന്, ഇവിടെയുള്ള 2 വീലർ ടാക്സി സംവിധാനമുണ്ട്. അതായത് യൂബർ, ഓലയൊക്കെ പോലെ തന്നെ പ്രൈവറ്റായിട്ട് ടാക്സി നമ്മൾ ഡയറക്റ്റ് അവരെ ഒന്ന് അപ്രോച്ച് ചെയ്യും. രണ്ടാമത്തെ ഒരു ഓപ്ഷൻ പ്രൈവറ്റ് ആയിട്ടുള്ള കാർ ടാക്സികളുണ്ട്. സുമോ പോലുള്ള, ആൾട്ടോ പോലുള്ള കാറുകളൊക്കെ ടാക്സി സർവീസ് നടത്തുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ട്രാൻസ്പോർട്ടിൻ്റെ മിസോറാം ട്രാൻസ്പോർട്ടിൻ്റെ ബസ്സും നമുക്കുണ്ട്. ഏറ്റവും കോസ്റ്റ് കുറവായിട്ടുള്ളത് ബസ് തന്നെയാണ്. നമ്മൾ പുറത്തുനിന്നുള്ള ആളാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തുടക്കത്തിൽ നമ്മളോട് വലിയ റേറ്റ് അവർ ചോദിക്കും. 1500, ബൈക്ക് ടാക്സി ആണെങ്കിൽ 500, ഇനി ഷെയർ ടാക്സി ആണെങ്കിൽ 350 എന്നുള്ള രീതിയിലൊക്കെയാണ് യഥാർത്ഥത്തിൽ കൊടുക്കേണ്ട പേയ്മെൻറ്റ്. പക്ഷേ വലിയ റേറ്റാണ് ഫസ്റ്റ് നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളോട് ചോദിക്കുക. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഒരു ബസ്സിന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കാരണം ബസ്സിലാകുമ്പോൾ കുറച്ചൊരു ടോപ്പിലുള്ള ഹിൽ ഏരിയ റൂട്ടാണ്. നമുക്ക് ടോപ്പിലിരുന്നു കൊണ്ട് കുറച്ച് ഹിൽ ഏരിയ ഷോട്ടുകൾ നമുക്ക് കിട്ടുന്നതാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അടുത്തൊരു ട്രെയിൻ വരുന്നുണ്ട്. ഡെയിലി ഒരു ട്രെയിനൊക്കെയാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ട്രെയിൻ വരുന്ന സമയത്താണ് ഇവിടുന്ന് ബസ് സ്റ്റാർട്ടാവുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബസ്സുകളൊക്കെ ഇവിടെ ഞാൻ കാണുന്നുണ്ട്. അപ്പം ബസ്സിലാണ് നമ്മൾ ഇപ്പോൾ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഐസോളിലേക്ക് ബസ് കയറിയിരിക്കുകയാണ്. എൻ്റെ സീറ്റ് ബസ്സിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ്. ഡ്രൈവറുടെ കൂടെയാണ് ഞാൻ ഇരിക്കുന്നത്. ബസ് ഫുൾ ആളുകളാണ്. പക്ഷെ അതിമനോഹരമായിട്ടുള്ളൊരു യാത്ര ഇവിടെ നിന്ന് തുടങ്ങുകയാണ് ഗായ്സ്. ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴുള്ള ഈ ഒരു കാഴ്ച വേറെ ലെവലാണ് ഗായ്സ്. ഞെട്ടിച്ചു. ഞാൻ ഐസോൾ ബസ് ഇറങ്ങിയിരിക്കുകയാണ്. ഒരു നീണ്ട യാത്രയായിരുന്നു 2 ദിവസത്തെ. ഇനി ഞാൻ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തിലേക്ക് പോകണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ബൈക്ക് ടാക്സി ഒക്കെ അവൈലബിൾ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ബൈക്ക് ടാക്സിയിൽ സ്റ്റേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിലേക്കുള്ള യാത്രയിലാണ്. എനിക്കൊരു ബൈക്ക് ടാക്സി കിട്ടിയിരിക്കുകയാണ്. ടാക്സി ഡ്രൈവർ ഞാൻ താമസിക്കുന്ന സ്ഥലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ബസ് ഇറങ്ങിയ സ്റ്റാൻഡിൽ നിന്നും 2.5 കിലോമീറ്ററാണ് ഞാൻ താമസിക്കുന്ന സ്ഥലത്തിലേക്കുള്ളത്. അപ്പോൾ ഗായ്സ്, ഇതാണ് ഞാൻ സ്റ്റേ ചെയ്യുന്ന ഏരിയ. ആക്ച്വലി മിസോറാമിൽ വന്ന സമയത്ത് മറ്റേതോ ഒരു രാജ്യത്ത് വന്നിട്ടുള്ള ഒരു ഫീലാണ് ഉള്ളത്. ഇവിടുത്തെ ആളുകൾ സംസാരിക്കുന്നതൊക്കെ ഇംഗ്ലീഷാണ്. വളരെ കുറച്ച് ആളുകൾക്ക് ഹിന്ദി അറിയുള്ളൂ. നമ്മൾ താമസിക്കുന്ന ഹോട്ടലിലേക്ക് പോകാൻ പോവാണ്. ഇവിടെയാണ് നമ്മൾ താമസം. നമ്മളപ്പം നമ്മളെ റൂമിൽ എത്തിയിരിക്കുകയാണ്. വേറെ ലെവൽ അടിപൊളി റൂമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്.
സൂപ്പർ.